നറുട്ടോ സീരീസിലെ ആദ്യത്തെ പ്രധാന ആർക്കായ ലാൻഡ് ഓഫ് എപ്സിൽ കഥാകൃത്ത് ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സെവൻ നിഞ്ച സ്വർത്സ്മെനിലെ ഒരംഗമായ ശത്രുക്കളിൽ അങ്ങേയറ്റം ഭയം ജനിപ്പിക്കുന്ന സൈലന്റ് കില്ലിംഗ് ടെക്നിക്കും എക്സിക്യൂഷനിൽ നേടുന്ന ഭീമാകാരമായ വാൾ ഉപയോഗിക്കുന്ന ഹിഡൻ മിസ്റ്റിലെ ദ ഡീമൻ എന്ന് വാഴ്ത്തപ്പെട്ട മനസാക്ഷിയും തെല്ലുമില്ലാതിരുന്ന ഈ കഥാപാത്രത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കണ്ട ഒരാളുണ്ടായിരുന്നു ഹാക്കു. അയാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ പോലും വലിച്ചെറിയാൻ തയ്യാറായിരുന്ന ഹാക്കുവിനെ തന്റെ പോരാട്ട ആയുധമായി ഉപയോഗിച്ച് ഒരു കളിപ്പാവേത പോലെ ഈ കഥാപാത്രം കണ്ടപ്പോൾ കാഴ്ചക്കാരായ നമ്മളിൽ ആ കഥാപാത്രത്തോട് തോന്നിയ വെറുപ്പ് അത് ചെറുതൊന്നുമായിരുന്നില്ല. പക്ഷേ നറൂത്തോയുടെ വൈകാരികമായ വാക്കുകൾ കേട്ടിട്ട് ഏതൊരു വാളിനേക്കാളും മൂർച്ചയുള്ളതായി നിന്റെ വാക്കുകൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും തങ്ങളെ ഒരുമിച്ച് അടക്കം ചെയ്യണമെന്നും ഹക്കു പോകുന്ന അതേ ലോകത്ത് താൻ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. ജീവിതകാലം മുഴുവനും ചോരപ്പുഴ ഒഴുക്കി ഹിഡൻ മിസ്റ്റിലെ വില്ലനായി എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന് ഹീറോയായി വിട പറയേണ്ടി വന്ന ഈ കഥാപാത്രം സ്വാർത്ഥതയുടെയും ക്രൂരതകളുടെ മുഖംമൂടിക്കിടയിലും ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്നെയും നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും യോഗ്യതയുള്ള ഒരാളാണ്. തന്റെ അവസാന നിമിഷങ്ങളിൽ കാണിച്ച് നമ്മളിലെ വെറുപ്പിനെ കണ്ണീരാക്കി മാറ്റാൻ ഈ കഥാപാത്രത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സാബുസാ മൊമോഷി.